ട്രംപ് ഇന്നലെ ഔദ്യോഗികമായി തന്നെ 43 രാജ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് 3 തരത്തിലാണ്. റെഡ് ലിസ്റ്റ് ഉണ്ട്, ഓറഞ്ച് ലിസ്റ്റ് ഉണ്ട്, യെല്ലോ ലിസ്റ്റ് ഉണ്ട്. 43 രാജ്യങ്ങളെ തിരിച്ചിരിക്കുകയാണ്. ഇതിൽ റെഡ് ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളുമായി ഒരിടപാടും ഉണ്ടാവില്ല. ആ രാജ്യത്തെ ആർക്കും, ഭരണാധികാരികളടക്കം ബിസിനസ്സുകാരടക്കം ആർക്കും അമേരിക്കയിലേക്ക് ഇനി വിസ കിട്ടുകയില്ല. രണ്ടാമത്തെ ലിസ്റ്റ് ഓറഞ്ച് ലിസ്റ്റ്. ഈ ഓറഞ്ച് ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസയോ സ്റ്റുഡന്റ് വിസയോ വർക്ക് പെർമിറ്റോ നൽകുകയില്ല. ആ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് വിസ കിട്ടുന്നത് ബിസിനസ്സുകാർക്ക് മാത്രമാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ബിസിനസ്സിൽ സക്സസ് ആയിരിക്കുന്നവർ, സമ്പന്നരായിരിക്കുന്നവർ. അത് പക്ഷെ വെറുതെ അങ്ങ് കൊടുക്കില്ല. വിശദമായ അഭിമുഖങ്ങൾ, വിശദമായ പരിശോധനകൾ, അവരുടെ നാട്ടിലെ ബന്ധം, അവിടെയുള്ള സാമ്പത്തിക സ്രോതസ്, അവരുടെ ക്രിമിനൽ പശ്ചാത്തലം എല്ലാം പരിശോധിച്ച് വളരെ കൃത്യമായ വെറ്റിംഗിലൂടെ മാത്രമേ ഈ ഓറഞ്ച് ലിസ്റ്റിൽപ്പെട്ടവർക്ക് വിസ കൊടുക്കൂ. അതേസമയം ഈ രാജ്യങ്ങളിൽപ്പെട്ടവർക്ക് സ്റ്റുഡന്റ് വിസ ഇല്ല, വിസിറ്റിംഗ് വിസ ഇല്ല, വർക്ക് പെർമിറ്റ് ഇല്ല. ഇതാണ് രണ്ടാമത്തെ ലിസ്റ്റ്. മൂന്നാമത്തെ ലിസ്റ്റ് അത് യെല്ലോ ലിസ്റ്റ് ആണ്. ആ ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കണം. 6 മാസത്തിനകം അവർ ചില തിരുത്തലുകൾ വരുത്തണം. ഒന്ന്, അവരുടെ പൗരത്വം കൊടുക്കുന്ന സമ്പ്രദായം സുതാര്യമാക്കണം. പണം വാങ്ങി പൗരത്വം കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്, സാധ്യമല്ല. 2, പൗരന്മാർക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന സമ്പ്രദായത്തിൽ അഴിമതിരഹിതമാക്കണം. അത് കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പാസ്പോർട്ട് കൊടുക്കുന്ന ഉറപ്പാക്കണം. അതുപോലെ അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്യുന്നവരുടെ വിശദാംശങ്ങൾ നേരത്തെ അറിയിക്കാൻ കഴിയണം. ഈ 3 മാനദണ്ഡങ്ങൾ 60 ദിവസത്തിനകം ശരിയാക്കിയില്ലെങ്കിൽ ഈ രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിലോ ഓറഞ്ച് ലിസ്റ്റിലോ പെടുത്തും. റെഡ് ലിസ്റ്റും ഓറഞ്ച് ലിസ്റ്റുമാണ് പ്രധാനപ്പെട്ടത്. യെല്ലോ ലിസ്റ്റ് എന്ന് പറയുന്നത് മുന്നറിയിപ്പ് കൊടുക്കുന്ന, നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് കൊടുക്കുന്ന ലിസ്റ്റാണ്. ഇതാണ് ട്രംപിന്റെ പ്രഖ്യാപനം. എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്ന തീരുമാനമാണിത്.